ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. മടിയൊക്കെ പിടിച്ചായിരുന്നു. പിന്നെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ കൂടുതലും എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഒരു പാലക്കാട് ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ 7 മാസം ചടങ്ങിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകാം കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ്. ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ തൊടുപുഴ എത്തി. ഞങ്ങളൊരു 3:30 ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അനിയത്തിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ അവിടെ. അപ്പോൾ അനിയത്തിയൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു. പൊന്നൂസ് രാവിലെ വന്നതിൻ്റെ ഒരു ഓർക്കക്ഷണം. പിന്നെ ഞാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തതാണ്. ഞാനും പിന്നെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് വണ്ടിയുടെ എനിക്കറിയില്ല, എന്തോ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. പിന്നെ പിള്ളേരെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ചാലും ഒരു വണ്ടിയിലൊരു ഇപ്പം എനിക്ക് സുഖമാകാറില്ല കേട്ടോ. വോമിറ്റിങ് പിന്നെയും കൂടും. അങ്ങനെ ഒരു 5-6 വട്ടം ഞാൻ ഛർദ്ദിച്ചിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഒരു വീടൊക്കെ അടുക്കാറായിട്ട് അപ്പോൾ ഞങ്ങൾ ബേക്കറിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാനായിട്ട് ഇടത്തേക്ക് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ഒരു മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ചെന്നു കേട്ടോ. വീട്ടിൽ ചെന്ന് അവിടെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളിതാ അവരോട് വീടിൻ്റെ പുറകുവശത്തായിട്ട് എന്താ പറയുക, മയിലുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നേരിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാണുന്നൊരു മയിലവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് പീലി ഉയർത്തി കാണാൻ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളവിടെ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ആരെങ്കിലുമൊക്കെ അടിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ പറന്ന് പോകുമെന്നാണ് പറയുന്നത്. ഞങ്ങളതുകൊണ്ട് പിന്നെ അങ്ങ് പോയൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ പാലക്കാട് സൈഡിലൊക്കെ അങ്ങനെ മയിലിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ അങ്ങ് ചെന്നാണ്. പിന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, എല്ലാവരുമൊക്കെ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി റെഡിയാകാനായിട്ട് തുടങ്ങി. കസിൻസൊക്കെ ഒട്ടുമിക്ക പേരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഒരു 11:30 മുന്നേ ഇറങ്ങണം എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു സമയത്തിന് കേട്ടോ പെട്ടെന്ന് വിടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമയം വർത്തമാനം പറയാൻ സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ബിരിയാണി ആയിട്ട് കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങാനായിട്ട് തുടങ്ങും കേട്ടോ. പിന്നെ സമയം എന്താ പറയുക, ഒത്തിരി അങ്ങ് അതിക്രമിച്ചായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചേച്ചി ഇറങ്ങാനായിട്ട് തുടങ്ങും കേട്ടോ. ദക്ഷിണയൊക്കെ കൊടുത്ത് പിന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇടുക്കി പാലക്കാട് ഭയങ്കര ലോങ് ആണല്ലോ. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും വരാനൊന്നും പറ്റത്തില്ല. ചേച്ചിക്കാണെങ്കിലും അങ്ങനെ യാത്രയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ സമയം ഒരു 11:25 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗമാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ചടങ്ങുകളൊക്കെ വേഗമൊക്കെ ആയിരുന്നു. അപ്പോൾ 11:30 ആയപ്പോഴത്തേക്കും ഇറങ്ങുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചേച്ചിക്ക് വലിയ സ്വീറ്റ്സൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ഇതാട്ടോ. ഇവിടെ പാലക്കാട് രീതിയൊക്കെ വേറെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതുകൊണ്ട് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴും പിന്നെ ഒത്തിരി ഒന്നും എന്താ പറയുക, അടുത്തുള്ള സ്ഥലങ്ങളൊന്നും പോയി കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഉദ്ദേശിച്ചൊരു സമയത്തൊന്നും എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഇറങ്ങി. ട്രെയിൻ പോകുന്നൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിൻ പോകുന്നത് കാണാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നല്ല കണ്ടം, നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ വണ്ടിയിലേക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ സമയം പോകുമല്ലോ എന്ന് ഓർത്ത് പിന്നെ മഴയുടെ ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ അങ്ങ് നിർത്തിയൊന്നുമില്ല കേട്ടോ. വേഗം പോരുവാട്ടോ ചെയ്തു. അപ്പോൾ എല്ലാവരും ടയേർഡൊക്കെ ആയിരുന്നു കേട്ടോ. ഉച്ച സമയമൊക്കെ ആകാറായി. പിള്ളേരൊക്കെ അങ്ങനെ ക്ഷീണിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ചൂടിങ്ങനെ ഉള്ളതുകൊണ്ട് ചൂടുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും ഉറങ്ങാനൊന്നും പിള്ളേർക്ക് പറ്റില്ല. പിന്നെ ഇടയ്ക്ക് ഒക്കെ നന്നായിട്ട് ഉറങ്ങായിരുന്നു. പിന്നെ പിള്ളേർ വണ്ടിയിൽ നിന്ന് ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പൊന്നും ആമിയൊക്കെ കുഞ്ഞിക്കുട്ടനൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് അടച്ചും കൂടി ഇടുമ്പോഴത്തേക്കും നല്ല ചൂടാണ് കേട്ടോ. പൊന്നൂസ് ഇവിടെ സീറ്റിൻ്റെ അവിടെ ഇറങ്ങിയിരുന്നിട്ട് കളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തുരങ്കത്തിലൂടെ കേട്ടോ പോകുന്നത്. ആദ്യമായിട്ടാണ് അപ്പോൾ പൊന്നൂസിനെ കാണിച്ചു കൊടുത്തിട്ട് അത് വല്ലാത്തൊരു ഇതാണ്. നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു അനുഭവമൊക്കെ കേട്ടോ. അപ്പോൾ തുരങ്കത്തിലൂടെ കേട്ടോ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത്, ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ ലോങ് വീഡിയോ അപ്പം എടുത്ത് ഞാൻ ഇതിനും കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, അതും ഒക്കെ സാധിച്ചു. പിന്നെ ഒരുപാട് ലോങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ എടുത്തത്, കുറച്ചാട്ടോ എടുത്തത്. പിന്നെ ഒന്നാമത്തെ എൻ്റെ ഫോണിൽ നല്ല സ്റ്റോറേജ് ആവുന്നുണ്ട്. എന്തോരം ഡിലീറ്റ് ആയെങ്കിലും പിന്നെയും സ്റ്റോറേജ് കാണിക്കുകയാണ്.
പിന്നെ എന്നാലും ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ തന്നെ എടുത്ത് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് വീഡിയോ കേട്ടോ. അപ്പോൾ അങ്ങനെ തുരങ്കത്തിലൂടെ ഞങ്ങൾ കയറി പോവാണ് കേട്ടോ. അങ്ങനെ തുരങ്കത്തിലൂടെ കയറി ഇറങ്ങി അങ്ങനെ ആ ഒരു ആഗ്രഹം കൂടെ സാധിക്കും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.